മോഹനേട്ടാ ദാ ഷർട്ടുമുണ്ട്. ഇരുന്ന് കണക്ക് കൂട്ടുന്നത് കണ്ട റിസർവ് ബാങ്ക് ഗവർണർ ആണെന്ന് തോന്നുന്നു. കൂട്ടുന്നത് എന്താ? നാരങ്ങാവെള്ളം കുടിച്ചതിന്റെയും പഴയ ചെരുപ്പ് തുന്നിയതിന്റെയും കണക്ക്. എഴുതാൻ മാത്രം കണക്ക് വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ എന്താവുമായിരുന്നു അവസ്ഥ? സാറേ, എന്താ ഇത്ര വലിയ ആലോചന? കുറച്ചു നേരം ആയാലോ കണക്കുകൂട്ടൽ തുടങ്ങിയിട്ട്? എന്റെ ഭാമേ, കഴിഞ്ഞ മാസത്തെ ചെലവ് നീ കണ്ടോ? ഇതിങ്ങനെ പോയി എവിടെ നിൽക്കും? ഒരെത്തിപ്പിടി കിട്ടുന്നില്ല. അതേതായാലും കൊള്ളാം. സർക്കാർ ഉദ്യോഗസ്ഥനായ ഭർത്താവും വക്കീലായ ഭാര്യ ഉണ്ടായിട്ടും വീട്ടു ചെലവ് താങ്ങാൻ പറ്റുന്നില്ലെങ്കിലേ ഈ നാട്ടിലെ സാധാരണക്കാരുടെ അവസ്ഥ മോഹനേട്ടനൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളൊക്കെ എത്ര ഭേദാ. ഇങ്ങനെ പോയാൽ സ്വന്തമായിട്ടൊരു വീട് വാങ്ങുന്നുള്ള മോഹം ഒരിക്കലും നടക്കില്ല. കഴിഞ്ഞ മാസത്തെ ആകെ ബാക്കി ഇതാ 6325 രൂപ 50 പൈസയാ. മോഹനേട്ടന്റെ പിശുക്കുകൊണ്ട് അത്രയെങ്കിലും ആയി. ഒരു സാധാരണ വീടായിരുന്നെങ്കിൽ 6325 രൂപ 50 പൈസ ബാക്കി കാണില്ല എന്ന് മാത്രമല്ല 1000 രൂപ കടം വാങ്ങേണ്ടി വന്നെ. പിന്നെ കടം വാങ്ങാനൊന്നും മോഹനേട്ടന് കിട്ടില്ല. അങ്ങനെ കടം വാങ്ങാൻ തയ്യാറായിരുന്നെങ്കിലേ ഞാൻ പണ്ടേ ലോൺ എടുത്ത് വീട് വെച്ചേനെ. കാര്യം നടക്കണമെന്നുള്ളവർ അങ്ങനെയൊക്കെ തന്നെ ചെയ്യാം. ഇതിപ്പോ വീട് മേടിക്കാനുള്ള കാശ് മുഴുവൻ ഒന്നിച്ച് കൈ വന്നിട്ട് മേടിക്കൂന്ന് വാശിയാണല്ലോ. പിശുക്കി പിശുക്കി ചായയും നാരങ്ങാവെള്ളവും കുടിക്കാതെ ഒടുവി കാശ് കൈ വരുമ്പോഴത്തേക്കും വീടിന്റെ വിലയും കൂടും. ഇതേതാണ്ട് ഗണപതി കല്യാണം പോലെയാവും. അല്ല, ഇത്രയും ബുദ്ധി ഇല്ലാത്തവരൊക്കെ ഭരിക്കുന്ന ഒരു വില്ലേജ് ഓഫീസ് ഉള്ള നാട്ടിലെ ജനങ്ങളുടെ കാര്യമാണ് ഞാൻ ആലോചിച്ചത്. നീ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. കടം പേടിച്ച് കള്ളു കുടിച്ച് ധൂർത്തടിച്ച് കുടുംബം നശിപ്പിക്കുന്ന ഭർത്താക്കന്മാര് ഒരുപാടുള്ള ഈ നാട്ടില് എന്നെ പോലെ മാന്യനും സൽസ്വഭാവിയും സത്യസന്ധനുമായ ഒരു ഭർത്താവുള്ള നീ ഈശ്വരനോട് നന്ദി പറയണം. പിന്നെ വേണ്ടേ? അടുത്ത ജന്മത്തിലും ഇങ്ങനൊരു ഭർത്താവിനെ തന്നെ കിട്ടണേന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എന്റെ ഒരു ഭാഗ്യമാണേ, ഭാഗ്യം. ഭാമേ, ഞാൻ ഇങ്ങനെ ചെലവ് കുറച്ച് ജീവിക്കുന്നത് എനിക്ക് വേണ്ടി മാത്രമല്ലല്ലോ. നോക്ക്, നമുക്കുണ്ടാകുന്ന കുട്ടികൾക്ക് അന്തസ്സായിട്ട് ജീവിക്കണ്ടേ? അതിനു വേണ്ടിട്ടാ. ഇവിടാണ് മോഹനേട്ട പ്രശ്നം. ബാക്കി എല്ലാ കാര്യങ്ങൾക്കും മോഹനേട്ടന് വലിയ ആദർശാണ്. പക്ഷെ ഈ കാര്യത്തിൽ അതില്ല. മോഹനേട്ടാ, നമ്മുടെ കുട്ടികൾക്ക് സുഖമായിട്ട് ജീവിക്കാനുള്ളത് അവരല്ലേ സമ്പാദിക്കേണ്ടത്. നമ്മൾ അവർക്ക് നല്ല വിദ്യാഭ്യാസം മാത്രം കൊടുത്താൽ മതി. അതൊക്കെ ശരിയാണ് ഭാമേ. പക്ഷേ ഈ കുഴപ്പമെന്തെന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികൾ നമ്മളെ പോലെ ജീവിച്ച പോരല്ലോ. കുറച്ചുകൂടി ആർഭാടത്തോടെ ജീവിക്കാൻ സർക്കാർ തരുന്ന ശമ്പളം തികയില്ല. ശമ്പളം തികയാതെ വരുമ്പോഴാണ് കൈക്കൂലി വാങ്ങണം തോന്നുന്നത്. ആവശ്യത്തിന് പണമില്ലാത്തത് കൊണ്ട് നമ്മുടെ കുട്ടികൾ കൈക്കൂലിക്കാരാവാൻ പാടില്ലല്ലോ. ഓഹോ, അപ്പോ അതാണ് സാറിന്റെ മനസ്സിലിരിപ്പ്. അച്ഛനെ പോലെ മക്കളെയും സർക്കാർ ഉദ്യോഗസ്ഥരാക്കണമെന്ന്. അതിലെന്താ സംശയം? അങ്ങനെയല്ലേ വേണ്ടത്? അങ്ങനെയല്ല വേണ്ടത്. എന്റെ കുട്ടികള് അച്ഛനെ പോലെ വില്ലേജ് ഓഫീസിലെ യു ഡി ക്ലർക്ക് ആയാ പോരാ. സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ. ഓ, രണ്ടും ഒന്ന് തന്നെ. അങ്ങനെ ഏതെങ്കിലും സർക്കാർ ഓഫീസിന്റെ 4 ചുവരുകൾക്കുള്ളിൽ തീർക്കാനുള്ളതല്ല എന്റെ കുട്ടികളുടെ ഭാവി. മനസ്സിലായി? വക്കീലിനെന്താ കുഴപ്പം? എന്റെ മോഹനേട്ടാ, ഇനിയുള്ള കാലം സർക്കാർ ജോലി കൊണ്ട് ഒരു കാര്യമില്ല. സർക്കാർ എണ്ണിച്ചുട്ട അപ്പം പോലെ തരുന്ന നക്കാപ്പിച്ച കാശ് കൊണ്ട് എങ്ങനെ ജീവിക്കാനാ? നടക്കൂല. എന്താ നടക്കാത്തത്? ഒരു മനുഷ്യന് അന്തസ്സായിട്ട് ജീവിക്കാനുള്ള കാശ് സർക്കാർ തരുന്നുണ്ട്. ശമ്പളം മാത്രമല്ലല്ലോ ഭാമേ, റിട്ടയർഡ് ആയ പെൻഷൻ, പിന്നെ പെൻഷൻ അയാൾ മരിച്ചുപോയാൽ ഭാര്യയ്ക്ക് കുടുംബ പെൻഷൻ. നോക്ക്,
ഈ വക്കീലമാർക്ക് ഇതുവരെ കിട്ടൂ? അതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. നല്ല ആരോഗ്യമുള്ള സമയത്ത് കൈ നിറയെ കാശുണ്ടാക്കിയാൽ പിന്നെ എന്തിനാ ഈ നക്കാപ്പിച്ച പെൻഷൻ? നമ്മുടെ കുട്ടികളെ സർക്കാർ ഉദ്യോഗസ്ഥരാക്കാൻ ഞാൻ സമ്മതിക്കില്ല. പിന്നെ എന്റെ കുട്ടികളെ എന്താക്കണോ ഞാൻ തീരുമാനിക്കും. നിന്നെ പോലെ 24 മണിക്കൂർ നുണ പറയുന്ന വക്കീലാക്കാൻ ഞാൻ സമ്മതിക്കില്ല. വക്കീലാക്കണമെന്ന് ഞാൻ വാശി പിടിച്ചോ? ഇല്ലല്ലോ. ഡോക്ടർ ആവാം, എഞ്ചിനീയർ ആവാം, IT പ്രൊഫഷണൽ ആവാം. എന്തായാലും സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്ത് 4 കാശുണ്ടാവുന്ന ജോലി ആവണം. സർക്കാർ ജോലി വേണ്ട. നിന്നോട് സംസാരിച്ചിട്ട് കാര്യമില്ല. ഞാൻ പറയുന്ന മനസ്സിലാക്കുന്ന വേറെ ആരെങ്കിലും നോക്കട്ടെ. നോക്കൂ സത്യഭാമേ, എന്തൊക്കെയായാലും നമ്മുടെ നാടിന് ഒരു പാരമ്പര്യമുണ്ട്. കുട്ടികൾ അച്ഛനെ പോലെ ആകുന്നതല്ലേ നല്ലത്? അതേതോ പാരമ്പര്യം? ഞാൻ അങ്ങനെ ഒരു പാരമ്പര്യത്തെ പറ്റി കേട്ടിട്ടേ ഇല്ല. മോഹനേട്ടന്റെ അച്ഛൻ സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നോ? അല്ലല്ലോ. എന്റെ അച്ഛൻ വക്കീലും ആയിരുന്നില്ല. എന്റെ ഭാമേ, ഒരു വലിയ കാര്യം പറയുമ്പോ നീ ഇവരെയൊക്കെയാണോ മാതൃകയാക്കേണ്ടത്? നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു. അദ്ദേഹത്തിന്റെ മകൾ ഇന്ദിരാഗാന്ധി അമ്മയെ പോലെ വീട്ടമ്മ ആവുകയായിരുന്നില്ല ചെയ്തത്. അച്ഛനെ പോലെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണായത്. ഇന്ദിരാഗാന്ധിയുടെ മകൻ രാജീവ് ഗാന്ധി അമ്മയെ പോലെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി. പക്ഷേ അങ്ങനെ ഒരാളല്ലേ ഉള്ളൂ. പക്ഷേ അച്ഛന്റെ പാത പിന്തുടരുന്നവരല്ലേ കൂടുതൽ. കെ കരുണാകരന്റെ മകൻ കെ മുരളീധരൻ അച്ഛനെ പോലെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയില്ലേ? ആർ ബാലകൃഷ്ണപിള്ളയുടെ മകൻ കെ ബി ഗണേഷ് കുമാർ, CH മുഹമ്മദ് കോയയുടെ മകൻ MK മുനീർ, ഷിബു ബേബി ജോൺ, ജോസ് കെ മാണി, ഇവരെയൊക്കെ നിനക്ക് അറിയില്ലേ? ഓ, എനിക്കറിയാം. പക്ഷേ രാഷ്ട്രീയക്കാര് മാത്രമല്ലല്ലോ നാട്ടിലുള്ളത്. എന്റെ കുട്ടികൾ എന്നെ പോലെ ആവണം, അത്രേ ഉള്ളൂ. ഇത് വാശിയാണ്, ആവശ്യമില്ലാത്ത വാശി. ശരി, രാഷ്ട്രീയക്കാരെ കളയാം. കൊട്ടാരക്കര ശ്രീധരൻ നായരുടെ മകൻ സായ് കുമാർ, മമ്മൂട്ടിയുടെ മകൻ ദുൽഖർ സൽമാൻ, യേശുദാസിന്റെ മകൻ വിജയ് യേശുദാസ്. അച്ഛന്റെ പാത പിന്തുടരുന്നവർക്ക് ജീവിത വിജയം ഉറപ്പാണ്. എന്റെ കുട്ടികൾ എന്നെ പോലെ സർക്കാർ ഉദ്യോഗസ്ഥരായാൽ മതി. വേറൊന്നും ഈ മോഹനകൃഷ്ണൻ സമ്മതിക്കില്ല. മക്കളുടെ നല്ല ഭാവിയാണ് ഉദ്ദേശിക്കുന്നെങ്കിൽ ഞാൻ പറയുന്നത് മനസ്സിലായേനെ. ഒരു വില്ലേജ് ഓഫീസർ മാക്സിമം പോയാൽ ഒരു ഡെപ്യൂട്ടി കളക്ടർ വരെ ആകും. അതിനപ്പുറത്തേക്ക് പോവില്ലല്ലോ. ഒരു വക്കീലിന്റെ കാര്യമോ? മജിസ്ട്രേറ്റ് കോടതി, സെഷൻസ് കോടതി, ഹൈക്കോടതി, ദേ കഴിവുണ്ടെങ്കിൽ അങ്ങ് സുപ്രീം കോടതി വരെ. അതെ, കഴിവുണ്ടെങ്കിൽ. സുപ്രീം കോടതിയിലെ വക്കീലന്മാരെ ഒരു ദിവസം മേടിക്കുന്ന കാശ് എത്രയാണെന്ന് അറിയാമോ? എനിക്കറിയില്ല. ഒടുവയ്ക്ക് എന്റെ മക്കളെ ഞാൻ സുപ്രീം കോടതിയിലെ വക്കീലന്മാരാക്കും. നടക്കും. നമസ്കാരം സാറേ. ഉത്തമന് ഇപ്പൊ വന്നത് നന്നായി. ഇത്രയും പ്രശ്നമായിരുന്നെങ്കിൽ വരൂലായിരുന്നല്ലോ. എന്തുവാ സാറേ? ഒരു വലിയ പ്രശ്നത്തിന് പരിഹാരം കണ്ടുപിടിക്കണം. കാര്യമൊക്കെ ഞാൻ അറിഞ്ഞ്. മക്കൾ അച്ഛനെ പോലെ ആവണോ അമ്മയെ പോലെ ആവണോ? ഇതല്ലേ തർക്കം. ഉത്തമൻ എങ്ങനെ അറിഞ്ഞു? സാറേ, ഉത്തമൻ അറിയാത്തതായിട്ട് ഒന്നുമില്ല സാറേ. ഞാൻ പറഞ്ഞത് സത്യമാണോ അല്ലയോ? സത്യമാണ്. നമ്മളൊക്കെ ആണുങ്ങളല്ലേ ഉത്തമ? പിന്നല്ലേ. അപ്പോ മക്കളൊക്കെ നമ്മളെ പോലെ ആകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതിൽ തെറ്റുണ്ടോ ഉത്തമ? ഒരു തെറ്റുമില്ല. കറക്റ്റ് ആയിട്ടുള്ള ആഗ്രഹം. പാട്ട് പോലും ആദ്യത്തെ കൺമണി ആണായിരിക്കണമെന്നാ. പക്ഷേ ഭാമ സമ്മതിക്കുന്നില്ല. അവൾക്ക് മക്കളെ അവളെ പോലെ ആക്കണമെന്ന്. ഞാനത് വക വെച്ച് കൊടുക്കണോ? വക വെച്ച് കൊടുക്കരുത്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞാൽ വില്ലേജ് ഓഫീസർ മാത്രമാണെന്നാണ് അവളുടെ വിചാരം. അതാണ് ഉത്തമ. ജില്ലാ കളക്ടർ തൊട്ട് ചീഫ് സെക്രട്ടറി വരെ ഉദ്യോഗസ്ഥന്മാരില്ലേ? പിന്നെ ഈ വക്കീലെന്നും വക്കീലന്മാരായിട്ടല്ലേ ഇരിക്കും. അതറിയില്ല. എന്നാര് പറഞ്ഞു? വക്കീലന്മാരാണ് മജിസ്ട്രേറ്റ് ആവുന്നതും ജഡ്ജി ആവുന്നതും. അല്ലെങ്കിൽ തന്നെ വേറെ എന്തെല്ലാം കാര്യങ്ങൾ കിടക്കുന്നു. കേന്ദ്ര സർക്കാരിലെ 4-5 മന്ത്രിമാർ വക്കീലന്മാരാണ്. കേന്ദ്രമന്ത്രിയോളം വരുവോ ചീഫ് സെക്രട്ടറി? വക്കീൽ ഇപ്പൊ പറഞ്ഞതിൽ കാര്യമുണ്ട്. ഇവര് വക്കീലന്മാർക്ക് വക്കീൽ പണി നിർത്തിയിട്ട് രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ എളുപ്പമാണ്. ഈ രാഷ്ട്രീയത്തിൽ ക്ലച്ച് പിടിച്ചില്ലെങ്കിൽ തിരിച്ചു വന്ന് കോട്ടെടുത്തിട്ടാ പിന്നെയും വക്കീലായി. അത് വക്കീലന്മാർക്ക് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്. പക്ഷേ ഉത്തമ, എന്റെ മക്കളെ പറ്റി ഒരു തീരുമാനം എടുക്കേണ്ടത് ഞാനല്ലേ ഉത്തമ? സത്യത്തിൽ പെണ്ണുങ്ങൾ ഒരു തീരുമാനം എടുക്കുന്നത് പോലല്ല ആണുങ്ങൾ ഒരു തീരുമാനം എടുക്കുന്നത്. ലോകത്തെവിടെ ആണുങ്ങളാണ് പ്രധാനമായി തീരുമാനങ്ങൾ എടുക്കുന്നത്. അതെ, പണ്ട് ആ കാലമൊക്കെ പോയി മോഹന സാറേ. ഇപ്പോ ഏത് കാര്യത്തിലും ആണുങ്ങളെക്കാട്ടിലും പ്രാപ്തി പെണ്ണുങ്ങൾക്കാണ്.
അതെ അല്ലേ? അല്ലെങ്കിൽ ഉത്തമം പറയട്ടെ. അല്ല പറയട്ടെ. ആ പറഞ്ഞത് കറക്റ്റ് ആണ്. പക്ഷെ ഈ പറഞ്ഞതിൽ എനിക്ക് അത്ര അറിവ് അങ്ങോട്ട് പോരാ. നിങ്ങളെ ഈ തർക്കം നിർത്താൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് അത് പറ. തർക്കം നിർത്താം. പക്ഷേ എന്റെ മക്കളെ എന്റെ ഇഷ്ടത്തിന് വളർത്താൻ ഈ ഭാവം സമ്മതിക്കണം. ഞാനല്ലേ അച്ഛൻ. അത്രയല്ലേ ഉള്ളൂ സാർ പ്രശ്നം. ഇനി വക്കീലിന് എന്താണ് പറയാനുള്ളത്? അതെ, എന്റെ മക്കളെ എന്റെ ഇഷ്ടത്തിനാണ് വളർത്തുന്നത്. ഒരമ്മ എന്ന നിലയിൽ എനിക്കതിനുള്ള അവകാശമുണ്ട്, അധികാരമുണ്ട്. അത് ഓക്കെ. ഇനി ഒരൊറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ. ഈ 2 പേർക്കും കൂടി എത്ര മക്കളുണ്ട്? എന്തേ മുണ്ടാട്ടം മുട്ടിയോ? വക്കീലെന്താ ഒന്നും പറയാത്തത്? മക്കളുണ്ടാവൂലോ. എങ്ങനെ? കല്യാണം കഴിഞ്ഞിട്ട് കൊല്ലം 3 ആയില്ലേ? ഈ 3 കൊല്ലവും 24 മണിക്കൂർ നിങ്ങൾ തർക്കിച്ചോണ്ടിരിക്കുകയായിരുന്നില്ലേ? തർക്കിച്ചാൽ മാത്രം മക്കൾ ഉണ്ടാവൂ? മോഹന സാറേ. എന്തോ? വക്കീലേ. എന്താ ഉത്തമ? എനിക്ക് നിങ്ങളുടെ 2 പേരുടെ അത്രയും വിദ്യാഭ്യാസമോ ലോകപരിചയമോ ഇല്ല. പക്ഷേ 9ാം ക്ലാസ്സിലെ ബയോളജി ജീവശാസ്ത്രം ഞാൻ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പറയുകയാണ്, ആദ്യം കുട്ടികളുണ്ടാവട്ടെ, അപ്പൊ പിന്നെ ഈ തർക്കത്തിനൊരു ന്യായമുണ്ട്. വരട്ടെ സാറേ. തർക്കിക്കാൻ വേണ്ടി ജനിച്ച 2 ജന്മങ്ങള് കുട്ടികൾ ഉണ്ടാവുന്നതിന് മുമ്പേ തുടങ്ങി തർക്കങ്ങൾ. ഈ ഉത്തമം പറഞ്ഞ ശരിയല്ലേ എന്നൊരു സംശയം. എന്ത്? സ്വന്തമായിട്ടൊരു വീടുണ്ടായിട്ട് മതി കുട്ടികളെന്ന് നമ്മൾ തീരുമാനിച്ചതല്ലേ? അതല്ല, ഈ കുട്ടികൾ ഉണ്ടാകുന്നതിന് മുമ്പ് തർക്കിച്ചത് മോശമായിപ്പോയി. വേണ്ടായിരുന്നു. നമ്മൾ എന്താ തോർക്കാത്തെ? ദേഷ്യം വന്ന് എനിക്ക് കണ്ണു കാണില്ലെന്ന് മോനേട്ടൻ അറിഞ്ഞൂടെ? അതൊക്കെ മാറ്റണം. അപ്പൊ മോനേട്ടനോ? ഞാൻ മാറിയല്ലോ. അപ്പൊ മക്കൾ ആരെ പോലെയാ? സംശയം എന്താ? കുട്ടികൾ ഉണ്ടായിട്ട് ആലോചിച്ച പോരെ?